ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന കിഡിലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടുള്ള നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം കേട്ടോ. നിലക്കടലയില്ലേ, അതായിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കൂലേ, അതുപോലെ ഒന്ന് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ കടലൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു ഉള്ളിയുടെ കളറൊന്ന് നന്നായിട്ടൊന്ന് മാറി വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു 1/2 കപ്പ് സേമിയ കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് സേമിയത്തിന് നമ്മൾ ഇപ്പം ഒരു മീഡിയം സൈസിലുള്ള സവാളയും 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നൈസായിട്ടുള്ള സേമിയ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി തടി കൂടിയതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1/2 കപ്പ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു സേമിയത്തിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറി വരികയും ചെയ്യും, അത് നന്നായിട്ട് കയറ്റി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു പൊട്ടുന്നൊരു സൗണ്ടൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് ആ ഒരു പൊട്ടുന്ന ആ ഒരു സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സേമിയ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളിത് നന്നായിട്ടിങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ ഇതുപോലെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സൗണ്ടൊക്കെ വന്നിട്ട് ആ പൊട്ടുന്ന ഒരു സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ആയി പോവാതെ ശ്രദ്ധിക്കാം. നമുക്ക് 1/2 കപ്പ് ഇല്ലേ നമ്മളിതിലേക്ക് സേമിയ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം മാത്രം മതിയാവേ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, സേമിയത്തിൽ ഏകദേശം കുറച്ചൊരു ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചോളം നമുക്ക് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. ഈ ഒരു പരുവത്തിലാട്ടോ ആ ഒരു സമയത്ത് ഞാൻ. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റി ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1/2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ 1/4 കപ്പ് തേങ്ങ ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തേങ്ങയ്ക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1/2 കപ്പൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആട്ടം വെറുതെ ഒന്ന് നമ്മൾ വറവിനൊക്കെ ചേർക്കുന്നത് പോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതൊന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കുക. തേങ്ങയും കൂടി ചേർത്തിട്ട് ഈ ഒരു ചൂടോടെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ലോ ഫ്ലെയിം ഇട്ടിട്ട് 1 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങയുടെ ആ ഒരു പാൽ നന്നായിട്ടില്ലെങ്കിൽ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി കൊടുക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിയിലായിരുന്നു ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ റവയൊക്കെ കഴിച്ചിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സേമിയ വെച്ചിട്ടുള്ള ഉപ്മാവാട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.